ധർമ്മജൻ ഒരു സപ്പോർട്ട് എനിക്ക് ചെയ്യാമെങ്കിൽ എന്താ ചെയ്യണ്ടേ പറഞ്ഞു. അതായത് ഒരു ഉത്സവ പറമ്പിൽ പരിപാടി കാണാൻ, അത് നാടകം കാണാൻ, അല്ലെങ്കിൽ മിംസ് കാണാൻ, ഏത് പരിപാടി ആട്ട കാണാൻ ഒരു കൊച്ചു കുട്ടി വന്ന് സ്റ്റേജിന്റെ ഫ്രണ്ടിൽ ഇരിക്കും. ഈ പരിപാടി ഇരിപ്പും മട്ടോ കണ്ട ഇവനിപ്പം കണ്ടിട്ട് തീർത്തിട്ടേ പോകത്തുള്ളൂ. പക്ഷെ ഫസ്റ്റ് ബെല്ല്, സെക്കൻഡ് ബെല്ല്, തേർഡ് ബെല്ല്, ഇപ്പം 3 ബെല്ലാകുമ്പോൾ ഈ കുട്ടി കിടന്ന് ഉറങ്ങിപ്പോവും. ലാസ്റ്റ് ഈ കുട്ടിയെ പരിപാടിയെല്ലാം കഴിഞ്ഞ് കമ്മിറ്റിക്കാർ വന്ന് തട്ടി വളർത്തി വിടും. ആ പോക്ക് ഞാൻ കാണിക്കാം. ചങ്ങനാശ്ശേരി കിങ്ങിണി തിയേറ്റേഴ്സിന്റെ നാടകം അടുത്ത 3 ബെല്ലുകളോടുകൂടി ആരംഭിക്കുന്നതായിരിക്കും. 3 ബെല്ലുകൾക്ക് ശേഷം നാടകം ആരംഭിക്കും. വേദിയിലേക്ക് വരുന്ന പ്രകാശ വിധാനങ്ങളെല്ലാം അടച്ചു തന്ന് ഞങ്ങളുമായി സഹകരിക്കണമേ എന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. സെക്കൻഡ് ബെൽ. നാടകം ആരംഭിക്കുന്നു. തേർഡ് ബെൽ. നാടകം തീർന്നു. എല്ലാ ഉത്സവപ്പറമ്പിലുള്ളവരും എണീറ്റ് പോയി കമ്മിറ്റിക്കാരൻ വന്ന് വിളിച്ചെഴുന്നേപ്പിച്ച് വിടാം. മോനെ 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 നാടകം കഴിഞ്ഞടാ മോനെ. എന്റെ അച്ഛനമ്മയൊക്കെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? എല്ലാവരും കൊച്ചിനിട്ടുണ്ട് പോയതാ. മോനെ മോനെ നാടകം കഴിഞ്ഞോ മോനെ? എണീറ്റ് വീട്ടിൽ പോ. എന്റെ കാരണന്മാർ ഇവനെ മറന്നിട്ട് പോയാ മോനെ. എണീക്ക് മോനെ. ഇതാ ഞങ്ങക്ക് പോണം വീട്ടില്. ബലത്തിൽ തട്ടി വിളിച്ച നാടകമൊക്കെ കഴിഞ്ഞ് എനിക്ക് വീട്ടിൽ പോ. അമ്പലത്തിൽ നടയിൽ വെച്ചാണ് മൂത്രമൊഴിക്കണം. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ ട്രെയിൻ അറിയാം. ഈ ട്രെയിനെല്ലാം എന്റെ പേരും പറഞ്ഞാ ഓടുന്നത്. അതെങ്ങനെയാ? സുദർശൻ പറഞ്ഞാ ഓടുന്നത്. എല്ലാ ട്രെയിനും അതെങ്ങനെയാന്നേ മനസ്സിലാണല്ലോ. ആദ്യം ഒന്ന് കൂന്ന പിഷാരുടെ ആയിരിക്കും. പിഷാരുടെ പേരായിരിക്കും. സുദർശന 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 സുദർശന. ചേട്ടനാ ഭയങ്കര വില്ലനാട്ടോ. അല്ല, ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങളിനി ട്രെയിനെ പോകുമ്പോ എന്റെ പേരാണ് പറയുന്നത്. സുദർശന 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 സുദർശന. ഇനിയിപ്പോ അത് അല്ലാണ്ട് കേൾക്കാനും പറ്റൂല. ദൈവമേ, എനിക്ക് കേൾക്കുമ്പോ അങ്ങനെ തോന്നുമല്ലോ. അതെ സുദർശൻ ചേട്ടാ, ഗംഭീരം. വളരെ സന്തോഷം കേട്ടോ. വളരെ 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 സന്തോഷം. അപ്പം എക്സലൻസ് അവാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ധർമ്മൻ ചേട്ടനെയും ശരത് ചേട്ടനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആലപ്പി സുദർശനൻ ചേട്ടൻ, അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾ ഒരുപാട് വേദികളിൽ കണ്ടിട്ടുണ്ട്. അതിന്റെ ചെറിയ സാമ്പിളുകൾ നമുക്ക് ഇന്ന് ഈ വേദിയിൽ കാണാൻ സാധിച്ചു. അദ്ദേഹം തന്നെ നമ്മളോട് പറഞ്ഞു 71 മുതൽ കലാരംഗത്ത് സജീവമാണ് എന്ന്. എത്ര എനർജറ്റിക് ആയിട്ടും എത്ര പെർഫെക്ഷനോടെയുമാണ് അദ്ദേഹത്തിന്റെ ഓരോ പ്രതിഭയും നമുക്ക് മുന്നിൽ കാണിക്കുന്നത് എന്ന് നമ്മൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുകയാണ്. വേദികളിലെ ഈ പ്രതിഭ ഇപ്പൊ നമ്മളോട് ഏറ്റവും വലിയൊരു സന്തോഷ വാർത്ത പങ്കുവച്ചിരിക്കുന്നു. അദ്ദേഹം പ്രധാന വേഷത്തിലെത്തുന്ന ചലച്ചിത്രം എന്ന് പറഞ്ഞൊരു സിനിമ പുറത്തിറങ്ങാൻ പോവുകയാണ് എന്നുള്ളത്. അദ്ദേഹത്തിന് ഒപ്പം ഏകദേശം 35 വർഷമായിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ ഷീല ചേച്ചി പ്രൊഫഷണൽ നാടക രംഗത്ത് KPSC ഉൾപ്പെടെ KPSCയിൽ ജോലി ചെയ്യുന്ന KPSCയിലെ അഭിനേത്രിയാണ്. അദ്ദേഹത്തെ ആദരിക്കുന്ന അവസരത്തിൽ ഞാൻ ഷീല ചേച്ചിയെ കൂടി ഒന്ന് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഷീല ചേച്ചി എത്ര വർഷമായി നാടകരംഗത്ത്? ഞാൻ 82 തൊട്ട് നാടകത്തില് KPSCയിലെ തുലാഭാരം അതില് മെയിൻ വേഷം ചെയ്തു. പിന്നെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയില്ല 2 നായിക വേഷവും ചെയ്തിട്ടുണ്ട്. അത് 23 വർഷങ്ങൾക്ക് മുൻപ്. ഇപ്പോഴും KPSCയിൽ ഇഡിപ്പസിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ കേരളത്തിലെ എല്ലാ സമിതികളിലും ഞാൻ വേഷം ചെയ്തിട്ടുണ്ട്. A ഗ്രേഡ് സമിതികളിൽ മൊത്തം എല്ലാത്തിലും പ്രോഗ്രാം ചെയ്തിട്ടുള്ള ആളാണ് ഷീല ചേച്ചി.
ഞാൻ ഒരിക്കലും സുദർശൻ്റെ വീട്ടിൽ പോയപ്പോൾ എനിക്ക് സുദർശൻ്റെ വീട്ടിൽ പോകാനും പറ്റിയിട്ടുണ്ട്. ചേച്ചിയുടെ കയ്യിൽ നിന്ന് ചായയൊക്കെ മേടിച്ച് കുടിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുള്ള ആളാണ്. സത്യം. ഇപ്പൊ ഈ പ്രോഗ്രാമിന് പിഷാരടി ഞങ്ങളെ വിളിക്കുമ്പോൾ ഞാൻ പിഷാരടിയുടെ ഒരു പിന്നെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, മമ്മൂക്കായുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ. സത്യത്തിൽ അത് പിഷാരടി എന്നെ വിളിക്കുമ്പോൾ ഞാൻ എന്താ എനിക്ക് സംഭവിച്ചതെന്ന് അറിയത്തില്ല. ഞാൻ ചോദിച്ച് പിഷാരടിയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എടുത്ത വയ്ക്കും സത്യം. അതെ, ഞാനും ചോദിച്ചു ഇതെന്താ ഇങ്ങനെ ചോദിക്കുന്നത്. ഞങ്ങളൊക്കെ നേരെ തിരിച്ചാണ് ചോദിക്കേണ്ടത്. കാരണം ഞങ്ങളൊക്കെ ജനിക്കണേക്ക് മുമ്പ് തന്നെയുള്ള ഒരുപാട് വലിയ എ ഗ്രേഡ് നാടക സമിതികളിൽ ഏറ്റവും നല്ല നാടകങ്ങൾ അവതരിപ്പിക്കാൻ അവസരം ലഭിച്ച ഒരാളാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. 82 തൊട്ടാണ് ചേച്ചി നാടകത്തിൽ കളിച്ചു തുടങ്ങണത്. അപ്പൊ ജനിക്കണതിന് മുമ്പ് എന്ന് പറഞ്ഞത് ഇവിടെ സമിതിയല്ല. ഇപ്പൊ ശരി അല്ലേ പിള്ളേച്ച നുണ പറഞ്ഞാന്ന് വിചാരിച്ചു. ചോദിക്കോ? ഓക്കെ, നമ്മൾ ഈ വേദിയിൽ നമ്മുടെ പ്രിയപ്പെട്ട സുദർശനൻ ചേട്ടനെ ആദരിക്കുകയാണ്.